തൗഫീഖ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അടിയന്തരമായി ഇടപെടാൻ കഴിയാതെ 10 ദിവസം കൊടുക്കുന്നു? അത് തന്നെ സംശയാസ്പദമാണ്. അതുപോലെ തന്നെ വിപ്പ് കൊടുത്തിരുന്നോ? പഞ്ചായത്ത് സെക്രട്ടറിക്ക് കോൺഗ്രസിൻ്റെ വിപ്പ് കൊടുത്തിരുന്നോ? രാജിക്കത്തിയ അംഗങ്ങൾ, ഇതിനൊക്കെയല്ലേ നിങ്ങൾ മറുപടി പറയേണ്ടത്? അതിനാൽ ചോദ്യങ്ങൾ സ്പെസിഫിക് ആണ്, ഉത്തരം സ്പെസിഫിക് ആയാൽ മതി. അതെന്തുമാകാം, നിങ്ങളുടെ സൗകര്യമാണത്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട, ശരത്തിന് ആശങ്ക വേണ്ട. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അടക്കം അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇനി ശരത്തിലേക്ക് വരാം. അതായത് ഈ 10 ദിവസം എന്തുകൊണ്ട്, എന്തിനാണ് സമയം കൊടുത്തത്, കൊടുത്തതാണ് ശരത്തിന്റെ ചോദ്യം. ശരത്തെ, ഞാൻ അതിനേക്കാണ് ഉത്തരം പറഞ്ഞത്. ഇവിടെ ശരത്ത് വളരെ കൃത്യമായി ചോദിച്ചു. അതിനു മുമ്പ് ഈ ഔസേപ്പിന്റെ കാര്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ 10 ദിവസം സമയം ചോദിച്ച വിഷയം 1, ഔസേപ്പിന്റെ കാര്യം, ഔസേപ്പിന്റെ സമീപിച്ച കാര്യം 2, വിപ്പ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് 3. ഇതാണെങ്കിൽ എന്റെ ഓരോന്നിനായി ചോദ്യം വരാം. അതായത് ഈ 10 ദിവസം സമയം കൊടുത്ത് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് തെറ്റ് തിരുത്താൻ, ഇല്ലെങ്കിൽ അവർ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പോയി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് തിരുത്തേണ്ട സാഹചര്യമില്ല. അവർ സ്വാഭാവികമായിട്ട് എന്താണ് ഇത്തരത്തിൽ ഈ പിന്തുണ, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ലഭിച്ച പഞ്ചായത്ത് ഭരണം, ആ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം, പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ അതിനാണ് 10 ദിവസം സമയം സാഹചര്യം ഉണ്ടായത്. കട്ട് ഓഫ് ഡേറ്റ് ഞങ്ങൾ സമയം കൊടുത്തു. ഞങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള അവരെ കൺവിൻസ് ചെയ്ത് അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വളരെ കൃത്യമായി കൈരളിയുടെ ചാനൽ ഫ്ലോറിൽ തന്നെ വളരെ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ പറയുന്നു. അവർക്ക് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സഖ്യം തുടരാനാണ് തീരുമാനമെങ്കിൽ, സഖ്യമല്ല BJP പിന്തുണയോടുകൂടി തുടരാനാണ് തീരുമാനമെങ്കിൽ, അവർക്കെതിരെ കൃത്യമായി സംഘടനാ തലത്തിൽ അച്ചടക്ക നടപടി ഔസേപ്പിനെ കണ്ടു. അല്ല, ഞാൻ അതിലേക്കാണ് മൂന്നാമത്തെ ചോദ്യമാണ് വിപ്പ് കൊടുത്തിരുന്ന ചോദ്യത്തിലേക്ക്. അതായത് രണ്ടാമത്തെ കാര്യം ശരത്തെ, ഈ ഔസേപ്പിന്റെ കാര്യം ആരാണ് വ്യക്തമാക്കിയത്? ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഔസേപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഔസേപ്പ് ആരാണ്? ഈ ഔസേപ്പ് എന്ന് പറയുന്നത് ജനവിധി അട്ടിമറിക്കാൻ CPM നൽകിയ ലക്ഷങ്ങൾ ആ ബൈപ്പാസിംഗിന്റെ ഭാഗമായ വക്താവാണ്. ആ വക്താവാണ് വ്യക്തി. ഇനി സംഘടന, ഞാൻ വരാം അടുത്ത റൗണ്ട്. കാരണം ഇതിൽ കൂടുതൽ നമുക്ക് ഇത്രയും സമയത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഉയർന്ന ചോദ്യങ്ങളിലേക്ക് ക്യുക്കായിട്ട് വരിക എന്നുള്ള നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.